ഹായ് മുത്തുമണികളെ, എല്ലാവർക്കും എക്കെവിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുഖം നല്ല സുന്ദരിയായിട്ടിരിക്കണ്ടേ? സൗന്ദര്യം ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? അപ്പോൾ നമുക്ക് സുന്ദരിയായിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും 35 വയസ്സ് മുതലുള്ള എല്ലാവരും ഇങ്ങോട്ട് പോയോ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് പാർലറിൽ പോയി ആ പ്രൊഡക്റ്റ് വാങ്ങി ഈ പ്രൊഡക്റ്റ് വാങ്ങി അതൊക്കെ വാങ്ങിയിട്ട് മാത്രമേ സൗന്ദര്യം വെക്കൂ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പോക്കോ. വീട്ടിൽ നിന്ന് പാർലറിൽ പോകാനോ അല്ലെങ്കിൽ ക്യാഷ് ഇല്ല, പാർലറിൽ പോയാൽ ഒത്തിരി ക്യാഷാവും അറിയാലോ. ഞാൻ പാർലറിൽ പോകാറില്ല എന്ന് പറഞ്ഞാൽ കല്യാണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ത്രെഡ് ചെയ്യും, ജസ്റ്റ് ഒരു ഫേഷ്യൽ ചെയ്യാറുണ്ട്. കല്യാണം അങ്ങനെ എന്തെങ്കിലും കുറേ ആൾക്കാർ കൂടുന്ന എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്, പോകാറുണ്ട്. അതും വല്ലപ്പോഴും, അത് അത്രയും ക്ലോസ് ആയിട്ടുള്ളവരെ കല്യാണം അങ്ങനെയുള്ള കാര്യത്തിന് മാത്രം. ഞാൻ ലാസ്റ്റ് ഞാൻ പാർലറിൽ പോയതെപ്പോന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, 2 വർഷമായി. അതിനുശേഷം ഒറ്റ തവണ ഞാൻ പാർലറിൽ പോയത് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ മാത്രമാണ് ഞാൻ മെയിനായിട്ട് പാർലറിൽ പോകുന്നത്, ബാക്കിയൊന്നിനും ഞാൻ പോകാറില്ല കേട്ടോ. സ്ട്രൈറ്റ് ചെയ്യാൻ നമുക്ക് വീട്ടിൽ നിന്ന് എന്തായാലും ഒറ്റയ്ക്ക് പറ്റൂല. അപ്പോൾ അത് എന്തായാലും നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്താൽ അതിന് കുറേ സമയം നമ്മൾ ക്യാഷ് കൊടുത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് സ്ട്രൈറ്റ് നമുക്ക് ശരിക്കായി കിട്ടുന്നത്. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് അടുക്കളയിലുള്ള നമ്മൾ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഫേഷ്യൽ നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഫേഷ്യൽ നമ്മുടെ മുഖത്തിൻ്റെ ഗ്ലോ കൂട്ടാനും മുഖത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഗ്ലോ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനാണ് മെയിനായിട്ട് ഫേഷ്യൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ അത് ഇങ്ങനെ സോഫ്റ്റായി വരുന്നുണ്ടില്ലേ, പൊറോട്ട മാവ്, ചപ്പാത്തി മാവ്, അതുപോലെ തന്നെയാണ് നമ്മളെ ഫേസും എന്ന് വിചാരിച്ചാൽ മതി കൊച്ചു കള്ളികളെ. അപ്പോൾ ടാൻ അടിച്ചിട്ടുണ്ടാവും, ഏജ് ആവുമ്പോൾ ഇവിടെയൊക്കെ ബ്ലാക്ക് കളർ വരും. അതിനൊക്കെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, അതിന് സൊല്യൂഷൻ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന 3 സാധനം മതി. പ്രത്യേകിച്ച് പൈസ കൊടുത്ത് വാങ്ങേണ്ട, നമ്മൾ കറിക്ക് വാങ്ങുന്ന സാധനം തന്നെയാണ് തക്കാളി അല്ലേ. തക്കാളിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യം അങ്ങനെ സ്ക്രബ് ചെയ്യുക. സ്ക്രബ് കൂടുതൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാൻ പാടില്ല. സ്ക്രബ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മുഖത്തിന് സ്കിന്നിന് ദോഷം വരുത്തും കേട്ടോ. അതുകൊണ്ട് അത് സ്ക്രബായിട്ട് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന സ്ക്രബ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും തക്കാളിയും കൂടിയിട്ട്, തക്കാളി 2 പീസാക്കിയിട്ട് അതിൽ ഒരു പീസിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നത് ബെസ്റ്റാണ്. ഇവരെ കൊണ്ട് തോറ്റ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ, തക്കാളിയും മഞ്ഞൾപ്പൊടിയും മാത്രം കൂട്ടിയിട്ട്, അതായത് തക്കാളി മുറിച്ചു പറഞ്ഞാൽ പകുതിത്തെ തക്കാളി തന്നെ വേണമെന്നില്ല അല്ലേ. ചില സമയം വീട്ടിൽ തക്കാളി കൊണ്ടുവന്നിട്ട് ഭർത്താവ് പറയും, അയ്യോ തക്കാളിയെല്ലാം ഇത്ര വേഗം തീർന്നു പോയോ എന്നിട്ട് വെറുതെ വഴക്കാക്കണ്ട. അതുകൊണ്ട് ഒരു കുഞ്ഞി കഷ്ണം എടുത്താൽ മതി, ഒരു വലിയ കഷ്ണമൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരു കുഞ്ഞി കഷ്ണം തക്കാളി എടുത്തിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ ഒരു തക്കാളി ഇങ്ങനെ കുറേ പീസാക്കൂല, അതിനൊരു കുഞ്ഞി കഷ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുക്കിയിട്ട് ഡെയിലി നമ്മൾ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഫേസിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് ഇങ്ങനെ വേണം മസാജ് ചെയ്യാൻ. മനസ്സിലായോ? ഇങ്ങനെ മനസ്സിലായോ? ഒരിക്കലും നമ്മൾ ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ മസാജ് കൊടുക്കാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നെ തൂങ്ങാൻ, വേഗത്തിൽ പ്രായമാകുന്നതിന് മുന്നേ തൂങ്ങാൻ കാരണമാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ മസാജ് കൊടുക്കരുത്. മസാജ് എപ്പോഴും ഇവിടുന്ന് ഇങ്ങനെ വേണം കൊടുക്കാൻ, അതായത് മുകളിലോട്ട്, താഴേന്ന് മുകളിലോട്ട്, ഒരിക്കലും മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ മസാജ് കൊടുക്കരുത്. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മൂക്കിൻ്റെ 2 വശത്ത് ഇവിടെ, ഈ താഴെ ഇവിടെ ഇത്രയും വശത്ത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ മസ്റ്റായിട്ട് സ്ക്രബ് നന്നായിട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നൊരു കാര്യം, കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുക്കുംബർ നമ്മൾ സാധാരണ കണ്ണിന് വെക്കാൻ വേണ്ടിയിട്ട് റൗണ്ടിൽ മുറിക്കൂലേ, അങ്ങനെ മുറിച്ചിട്ട് അത് 2 പീസാക്കുക. നടുക്കേ കൂടി കണ്ണ് നമ്മൾ അടച്ചിട്ട് വെക്കുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ 2 പീസാക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 പീസാക്കിയിട്ട് അതവിടെ മാറ്റി വെക്കുക. ശേഷം കുറച്ച് നമ്മുടെ കാപ്പിപ്പൊടിയും ഇച്ചിരി പാലും ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്യുക. കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഈ കുക്കുംബർ ഡിപ്പ് ചെയ്യുക.
രണ്ട് വശം നന്നായി ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ കണ്ണടച്ച് കണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ശ്രദ്ധിക്കുക, കുക്കുംബർ തണുത്ത കുക്കുംബറാണ് നല്ലത് കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ എന്താ ക്ഷീണം കണ്ണിനിങ്ങനെ ക്ഷീണം പോലെയെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം പോകും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന കറുപ്പ് ഏറ്റവും വേഗത്തിലും ഫുള്ളായിട്ട് നമ്മുടെ കണ്ണിൻ്റെ കറുപ്പ് മാറാൻ ഇത് ഡെയിലി യൂസ് ചെയ്താൽ പറ്റും. നിങ്ങൾ ഒരുപാട് ക്രീമും അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും അന്വേഷിക്കണം. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി മക്കളെ, നമ്മൾ ചെയ്യുന്ന കാര്യം വിശ്വാസത്തോടു കൂടി കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എപ്പോഴും നമുക്കത് നമ്മുടെ മുഖത്തിന് ഗ്ലോ കൂട്ടുകയുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് അത് ജസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയം ആ സമയത്ത് നമുക്ക് അതിൽ ഒത്തിരി ബ്ലീച്ച് കാര്യങ്ങൾ അങ്ങനെ എന്താ അമോണിയ എല്ലാം അടങ്ങിയിട്ടുണ്ടാവും. എന്തായാലും അമോണിയ അടങ്ങാണ്ട് ഒരു ബ്യൂട്ടി ക്രീമും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്താ പറഞ്ഞാൽ അമോണിയാണ് നമ്മുടെ സ്കിന്നിൽ ബ്യൂട്ടി ക്രീമിൽ മെയിനായിട്ട് ബ്ലീച്ചിൽ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സ്കിന്ന് വെളുപ്പിക്കുന്നത്. അത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര മോശമാണ്. അത് നമുക്ക് ആ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ പിന്നെ നമുക്കത് അതിൻ്റെ സൈഡ് എഫക്റ്റ് വരും, മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് ഞാനിപ്പോൾ വീട്ടിലൊരു കുക്കുംബർ വെള്ളരിക്ക കൊണ്ടുവന്നു കറി വെക്കാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വെള്ളരിക്കയെ മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ അല്ലിയില്ലേ അത് ജസ്റ്റ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യും. അതെന്തുകൊണ്ട്? അത് മുഖത്ത് നല്ലതാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറാൻ നമ്മുടെ വെള്ളരിക്ക വളരെ നല്ലതാണ്. അത് നമ്മൾ അതിൻ്റെ അല്ലി കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിറ്റേന്ന് യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള ഇത് എന്താ വെള്ളരിക്ക, മറ്റേ തക്കാളി, ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മുഖത്ത് ഓരോരോ പരീക്ഷണങ്ങൾ നടത്തൽ. അതെനിക്ക് വലിയ മോശമില്ലാണ്ട് തന്നെ എഫക്റ്റ് തന്നിട്ടുമുണ്ട്. പിന്നെ എൻ്റെ മക്കളിൽ എന്താ കുറച്ച് കളറ് കുറവ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പോൾ ഓക്ക് എന്താ അവളെ കഴുത്തിനായിരുന്നു മെയിനായിട്ട് കളറ് കുറച്ച് കുറവ് എന്നല്ല, നന്നായിട്ട് കഴുത്തിനിങ്ങനെ ഡാർക്ക് കളറായിരുന്നു. അപ്പോൾ ആ ഡാർക്ക് കളറുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മുഖത്തത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നമ്മളെ കഴുത്ത് കളറില്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് ആ കറുപ്പടിക്കും. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഭയങ്കര വിഷമായിരുന്നു. ചെറുതിലത്തെ കാര്യമാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ലോ 7ലോ പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റൊരു കാര്യം ചെയ്തു. ആ സമയത്ത് നമ്മൾ ഒരു പാക്ക് ഉണ്ടാക്കി. അതായത് കാപ്പിപ്പൊടിയും തക്കാളിയും പിന്നെ പാല് പിന്നെ കറ്റാർവാഴ. നമ്മളെ വീട്ടിൽ കറ്റാർവാഴ ഞാൻ വളർത്തുന്നുണ്ട്. അത് ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പോൾ ഇവിടെ വളർത്താൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇല്ല. ഇപ്പം നമ്മൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കറ്റാർവാഴ ഇനി വാങ്ങിച്ചിട്ടൊന്ന് ഉള്ളിൽ വളർത്തണം, പുറത്തെന്തായാലും സൗകര്യമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം കറ്റാർവാഴ ജെല്ല് നമുക്ക് പുറത്തുനിന്ന് തന്നെ വാങ്ങേണ്ടി വരും. അപ്പോൾ അതൊരു വിഷമമാണ്. അപ്പോൾ ഈ കറ്റാർവാഴ ജെല്ലും കാപ്പിപ്പൊടി മറ്റേ പാല് തക്കാളി ഈ 4 സാധനം വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കിയിട്ട് കഴുത്തിൽ ഡെയിലി എന്ന് പറഞ്ഞാൽ 1 വീക്ക് ട്രൈ ചെയ്തു. ട്രൈ ചെയ്തിട്ട് അന്ന് ഒരു കല്യാണം നിശ്ചയമുണ്ടായിരുന്നു എൻ്റെ അനിയത്തിൻ്റെ. ആ കല്യാണത്തിന് നിശ്ചയത്തിന് പോയ സമയത്ത് എല്ലാവർക്കും അത്ഭുതം, ഇതങ്ങനെ ഇത്ര വേഗം, എന്താണ് ചെറിയ കുട്ടിയാണ്, നമുക്ക് പാർലറിൽ കൊണ്ടുപോയി ബ്ലീച്ചും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റൂല. അപ്പം എല്ലാവരും അതിശയത്തിൽ, അനക്കന്നെ അതിശയപ്പോൾ എല്ലാവരും പറയുന്ന കേട്ടിട്ട് അന്നേരം ഞാനും സത്യത്തിൽ അത്രയും ശ്രദ്ധിക്കുന്നത്. എന്താണ് നമ്മളിപ്പോൾ ഒരാൾക്കൂട്ടത്തിൽ പോകുമ്പോൾ ആണല്ലോ മെയിനായിട്ട് അതെല്ലാം നോക്കുന്നത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞു എന്തൊരു മാറ്റം, എന്തെന്ന് ഇതിന് നിങ്ങൾ ചെയ്തിന് അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം ചോദിച്ചു തരും. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്തത് കാപ്പിപ്പൊടി തക്കാളി. അപ്പോൾ തക്കാളി ഏതൊരു ഇതിനും നമ്മളെ സ്കിന്നിന് വളരെ നല്ലതാണ്. നിങ്ങളതെന്തായാലും ഒന്ന് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് കുക്കുംബർ കണ്ണിൻ്റെ ഇവിടെ വെക്കുക, കുക്കുംബർ കാപ്പിപ്പൊടിയും പാലും ചേർത്ത മിശ്രിതത്തിൽ മുക്കിയിട്ട് കണ്ണിൽ വെക്കുക, തക്കാളിയിൽ പഞ്ചസാരയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുക, തക്കാളിയും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് സ്ക്രബ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരാഴ്ച നിങ്ങളിത് ചെയ്ത് നോക്കുക. അതായത് ഡെയിലി എന്ന് പറഞ്ഞാൽ മസാജും ആഴ്ചയിൽ 2 തവണ സ്ക്രബും നമ്മുടെ കണ്ണിനടിയിൽ വെക്കുന്നത് 1 ഇടവിട്ട ദിവസങ്ങളിൽ വെച്ചോ. ഡെയിലി വെക്കാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾക്ക് ഡെയിലി വെക്കാൻ പറ്റാതൊന്നുമില്ല. നമ്മളിപ്പോൾ ദോശ ചുടുന്ന സമയത്ത് ദോശ വേകുന്ന സമയം മതി ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എന്തായാലും ഒരു 5 ദോശ ഒരു വീട്ടിൽ ചുടുമല്ലോ. 2 ആളുണ്ടെങ്കിലും 3 ആളുണ്ടെങ്കിലും 6 ദോശ എന്തായാലും ചുടും. അപ്പോൾ ആ 6 ദോശ ചുടുന്ന സമയത്തിനടുത്ത് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തുകൂടെ? ജസ്റ്റ് ഇതിട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമല്ലോ. ഇടുന്ന സമയമല്ലേ, ഒന്ന് എടുക്കുന്നതിന് എന്താ പണിയുള്ളത്? അപ്പോൾ നമ്മളെപ്പോഴും മുഖത്തിന് നമ്മൾ മസാജ് കൊടുക്കണം. മുഖത്തിന് എത്ര കണ്ട് മസാജ് കിട്ടുന്നോ അത്ര കണ്ട് നമ്മളെ മുഖം സോഫ്റ്റും ബ്രൈറ്റും ആയി നിൽക്കും. മുഖത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയി നിൽക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചു.
ഇനിയിപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് തന്നെ വേണമെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കുന്നതാണ്. ഇനി വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒന്നും ഇല്ലാത്ത കാര്യമല്ല പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ പുറത്ത് പോയിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് വളരെ കുറവാണ്. വളരെ കുറവെന്നാണ്. ഞാൻ ഫേഷ്യൽ ചെയ്യുന്നത് വളരെ കുറവാണ്. ഫേഷ്യൽ ഇപ്പോൾ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ അടുത്തായി. ഒരു ജസ്റ്റ് ഒരു ക്ലീനപ്പ് ചെയ്തിട്ട്. ക്ലീനപ്പ് ഞാൻ ഒരു വർഷത്തിന് മുന്നെയാണ് ചെയ്തത്. പിന്നെ എന്താ മുടിക്ക് ഞാൻ സ്ട്രൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷമായി, ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കൊല്ലത്തിലൊരിക്കലോ 2 പ്രാവശ്യമോ പാർലറിൽ പോകും, അത്രയും ഞാൻ പോകും. അതും എന്തെങ്കിലും കല്യാണങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ. അല്ലാതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പാർലറിനെ പറ്റി നമുക്ക് അറിയാം. ഞാൻ പാർലറുകാർക്ക് ദോഷം വരാൻ വേണ്ടിയിട്ടോ അല്ല അവർക്ക് ഒരു ഇതായിട്ടോ പറയുന്നതല്ല. നമുക്കറിയാം. ഞാനും ബ്യൂട്ടീഷ്യൻ പഠിച്ചതാണ്. അപ്പം അതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ എനിക്കറിയാം. എനിക്ക് കൂടാതെ എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാകുന്നത് തന്നെ ചെയ്യുമ്പോൾ അത് അവർക്കും നല്ലതല്ലേ. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ മക്കളുമാരെ ഈ ഒരു മറ്റുള്ള ഇങ്ങനത്തെ കെമിക്കൽ അടങ്ങിയ പ്രോഡക്റ്റ് ചെയ്തു കൊടുക്കുന്നതിനേക്കാളും കെമിക്കൽ അടങ്ങിയ പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കാം. പക്ഷേ അത് ആ ഒരു പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിനോട് തീരും. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ ആവില്ല. അത് നമുക്ക് യൂസ് ചെയ്യുന്നത്ര നമുക്ക് നല്ലതാണ്, നമ്മളെ സ്കിന്നിന് നല്ലതാണ്. നമുക്കതൊരു ദോഷം വരില്ല. ബാക്കിയുള്ളത് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മളെ കരകടിച്ചു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അങ്ങനെ പലതും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ ഞാൻ എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇത് ട്രൈ ചെയ്യുക. ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് മോശം വരുന്നൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് പറയില്ല. അപ്പം എന്താ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ മുത്തുമണികൾക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കമൻറ്റിൽ. ആ ഹൈപ്പ് എനിക്ക് നിങ്ങൾ തരണം. കമൻറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കാണും. ആ ഹൈപ്പ് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും ഒത്തിരി താങ്ക്സ്. ആദ്യമായിട്ട് വരുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമൻറ്റ്, അടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിളും ചെയ്യണം. അപ്പോൾ മുന്നോട്ട് ഉള്ള എൻ്റെ കൂടെ ഉള്ള എൻ്റെ യാത്രയിൽ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. എന്നെ ജസ്റ്റ് എൻ്റെ വീഡിയോ കണ്ട് ഫുള്ളായിട്ട് നിങ്ങൾ കാണണം ഗൈസ്. പ്ലീസ് എനിക്ക് സപ്പോർട്ട് തരണം നിങ്ങൾ. അപ്പോൾ ബൈ.